അച്ചാറെന്ന് കേൾക്കുമ്പോൾ നമുക്ക് നാക്കിൽ വെള്ളം വരാത്ത ഏതെങ്കിലും മലയാളീസ് ഉണ്ടാകുമോ? എനിക്ക് സംശയമാണ് കേട്ടോ. നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഉണ്ടോ? ഈ ഒരു അച്ചാർ കാണുമ്പം ഒന്ന് തൊട്ട് ടേസ്റ്റ് നോക്കാൻ ആഗ്രഹമില്ലാത്തത് ആരായിരിക്കും അല്ലേ? അതും ഒരു സ്പെഷ്യൽ അച്ചാർ കൂടെ ആകുമ്പോഴോ? അതും നമ്മളുടെ തനി നാടൻ സ്പെഷ്യൽ അച്ചാർ പൗഡർ കൊണ്ടാണ് നമ്മൾ ഈ ഒരു അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന്. അതിനു മുൻപ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ജെമിനീസ് വേൾഡ് എന്നാണ് ചാനലിൻ്റെ പേര്. ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ് എന്നെ അറിയിക്കുക. അപ്പോൾ കൂടുതൽ കാര്യത്തിലേക്ക് പോയാലോ. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന ക്യാരറ്റിൻ്റെ നീളവും ഘനമൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ. ഈ ഒരു തരത്തിലാണ് നമ്മൾ അരിഞ്ഞെടുക്കേണ്ടത്. അതുപോലെ ആപ്പിളും ആപ്പിളും അതുപോലെ ക്യാരറ്റും കൂടി ഒരു 3/4 കിലോ കേട്ടോ, അത്ര ഉണ്ടാകും. അത് രണ്ടും കൂടെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ട് അത് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നമ്മളൊരു സ്പെഷ്യൽ അച്ചാറിൻ്റെ പൗഡർ കൊണ്ടാണ് ഈ ഒരു അച്ചാർ ഉണ്ടാക്കാൻ പോണത്. അതാണ് നമ്മളുടെ ഈസ്റ്റേൺ പിക്കിൾ പൗഡർ. ഇത് ഏറ്റവും ഈസിയാണ് കേട്ടോ. നമ്മൾ ബാക്കി കാര്യങ്ങൾ മസാല എടുത്ത് പൊടിച്ച് വറുത്ത് എടുക്കേണ്ട ഒരു കാര്യവുമില്ല. ഇത് വെച്ചിട്ട് ഒരു 5 മിനിറ്റിൽ ക്വിക്കായിട്ട് തന്നെ നമുക്ക് അച്ചാർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ 1 കിലോയ്ക്ക് 4 ടേബിൾ സ്പൂൺ അളവാണ് അവർ പറയുന്നത്. നിങ്ങൾ എത്ര ആണോ എടുക്കുന്നത് അതിനനുസരിച്ച് ആ പൊടികൾ കൃത്യമായിട്ട് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഈ അച്ചാർ പൊടി കയ്യിലില്ലാത്തവർക്ക് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത് ഡീറ്റെയിൽസ് ഒന്നുകിൽ ഞാൻ ഈ വീഡിയോയിലൂടെ പറയാം സമയമുണ്ടെങ്കിൽ, ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അത് നിങ്ങളെല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ എൻ്റേത് ആവശ്യമായിട്ടുള്ള പൊടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് നമുക്കതൊന്ന് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് എന്താ പറയേണ്ടത്, ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ വിരവി വെക്കണമെന്ന് പറയും. വിരവി എന്ന് വെച്ചാൽ അതൊന്ന് മാഗ്നേറ്റ് ചെയ്യാനായിട്ട് നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ മാറ്റി വെക്കണം ഒരു 10 മിനിറ്റ്. നമ്മുടെ നാടൻ ക്യാരറ്റും ക്രിസ്പി ആപ്പിളും കൂട്ടിന് മാറ്റുകൂട്ടാൻ ഈസ്റ്റേൺ അച്ചാർ പൊടിയും നാവിലൂറുന്ന ഈ രുചിക്കോട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ചോറിനും ചപ്പാത്തിക്കും ഇത് കിടുവാണ് കേട്ടോ. ഇന്ന് തന്നെ ഉണ്ടാക്കി നോക്കിയാലോ. അപ്പം നിങ്ങളും അതൊന്ന് ട്രൈ ചെയ്യൂ. ഇപ്പം തന്നെ അത് ഉണ്ടാക്കാൻ പോവുകയാണ്. അച്ചാറെന്ന് കേൾക്കുമ്പോൾ മാങ്ങായും നാരങ്ങയും മാത്രമാണോ ഓർമ്മ വരുന്നത്? എങ്കിൽ ഇതൊന്ന് കണ്ടു നോക്കൂ, ട്രൈ ചെയ്ത് നോക്കൂ. ക്യാരറ്റിൻ്റെ ഗുണവും ആപ്പിളിൻ്റെ മധുരവും ഈസ്റ്റേൺ അച്ചാർ പൊടിയുടെ തനത് മസാലക്കൂട്ടും ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാജിക് രുചിയുടെ കാര്യത്തിൽ നോ കോംപ്രമൈസ്. വീട്ടിൽ ഗസ്റ്റുകൾ വരുമ്പോൾ വിളമ്പാൻ ഇതിലും മികച്ചൊരു സൈഡ് ഡിഷ് വേറെ ഉണ്ടോ എന്നൊരു ഡൗട്ടാണ് കേട്ടോ. ഈസ്റ്റേൺ ഉണ്ടെങ്കിൽ അച്ചാർ റെഡി. അതാണ് നമ്മളുടെ ഇപ്പം നമ്മുടെ കയ്യിൽ എന്തൊരു ഫ്രൂട്ട് ആയിക്കോട്ടെ, അതുപോലെ വെജിറ്റബിൾസ് ആയിക്കോട്ടെ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം നമുക്ക് പെട്ടെന്നൊരു അച്ചാർ ഉണ്ടാക്കണം തോന്നിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഷടപടയെന്ന് ഈ ഒരു ഈസ്റ്റേണിൻ്റെ പൗഡർ ഉണ്ടെങ്കിൽ ഷടപടയെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനത് ആപ്പിളും ക്യാരറ്റും കൂടെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് റെഡിയാക്കാം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഫസ്റ്റ് ഉലുവ ഇടണം. ഞാൻ ഇതിൽ ഉലുവ ഇട്ടിട്ടില്ല, ഉലുവ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഇടാത്തതാണ്. അപ്പോൾ കടുകിട്ട് പൊട്ടിച്ചിട്ട് വറ്റൽമുളക് ആവശ്യത്തിന്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് വേണമെങ്കിൽ പച്ചമുളക് എടുക്കാം കേട്ടോ. ഞാൻ എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനധികം കറി ലീവ്സ് എടുത്തിട്ടുണ്ട്. നാട്ടിൽ നിന്ന് കറിവേപ്പില കൊണ്ടുവന്നതാണ്. 1 മാസമായിട്ടും എൻ്റെ കയ്യിൽ ഇങ്ങനെ നല്ല ഫ്രഷ് ആയിട്ടിരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതത്രയും ഞാൻ കാത്തു സൂക്ഷിച്ച് സ്വർണം പോലെ വെച്ചേക്കുന്നത്. എനിക്ക് കറി ലീവ്സ് കറികളിലിടുമ്പം എന്തൊന്നില്ലാത്തൊരു സംതൃപ്തിയാണ് കേട്ടോ. എൻ്റെ അമ്മയൊക്കെ ഇങ്ങനെ വാരി വാരി ഇടും. ഇപ്പോൾ എല്ലാവരും ചോദിക്കും ഇതെന്തിനാണ് ഇത് ഇത്രയും വാരി ഇടുന്നത്? അപ്പോൾ അമ്മ പറയും നല്ലതാണ്, നമുക്ക് കണ്ണിന് മുടിക്ക് എല്ലാത്തിനും നല്ലതാണ്, അത് കറിവേപ്പില എടുത്ത് കളയരുത്, അത് കഴിക്കണമെന്ന് പറയും. അപ്പോൾ അതുപോലെ തന്നെ എനിക്കും ഏറെ പ്രിയമാണ് കേട്ടോ ഇങ്ങനെ ഒരുപാട് കറിവേപ്പിലിട്ട് കറികൾ ഉണ്ടാക്കുന്നതായാലും, ഇതുപോലെ ബീഫായാലും ചിക്കനായാലും അങ്ങനെ അച്ചാറുകളായാലും ഇങ്ങനെ വാരി വാരി ഇടും കയ്യിലുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അതിനനുസരിച്ച് കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചി അതൊക്കെ ഒന്ന് ജസ്റ്റ് വേണ്ടാൽ മതി, ഒരുപാട് കളർ മാറാൻ നിൽക്കേണ്ട. നമ്മൾ അതൊന്ന് ഇതായി വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ച ക്യാരറ്റും ആപ്പിളും അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. ഈ ഒരു സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, ചെറിയ തീയിലേ വെക്കാൻ പാടുള്ളൂ.
അപ്പോൾ അത് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇത് വെന്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് തനതായ ടേസ്റ്റ് കിട്ടത്തില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡിയായി. ആവശ്യത്തിന് വിനാഗിരി ഒഴിച്ചിട്ട് യൂസ് ചെയ്യുക. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഓൾ.